നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. കരൂരിൽ TVK അധ്യക്ഷൻ വിജയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം 39ആയി. മരിച്ചവരിൽ 9 കുട്ടികളും 17 സ്ത്രീകളും. 111 പേർ ചികിത്സയിലാണ്. 51 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി TVK സംഘടിപ്പിക്കുന്ന സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി കരൂർ വേലുച്ചാമിപുരത്ത് നടന്ന സമ്മേളനത്തിലാണ് തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ പങ്കെടുത്ത പരിപാടിയിലാണ് വൻ ദുരന്തമുണ്ടായത്. വിജയെ കാണാൻ 7 മണിക്കൂറോളം കാത്തുനിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ഞെങ്ങി ഞെരുങ്ങി ജീവനില്ലാതെയോ പാതി ജീവനുമായോ ആണ് ആളുകളെ കരൂരിലെ ആശുപത്രികളിൽ എത്തിച്ചത്. TVKയുടെ മുൻ റാലികളിൽ ജനക്കൂട്ടം കുറവായിരുന്നു. എന്നാൽ ഇത്തവണ ജനക്കൂട്ടം പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതലായിരുന്നു എന്നാണ് അപകട കാരണത്തെക്കുറിച്ച് തമിഴ് DGP G வெங்கட்ராமன் ஆദ്യ പ്രതികരണം. கூட்டத்தை எதிர்பார்த்து அவங்க சொன்னது 10,000 இந்த கூட்டத்திற்கு, ஆனால் வந்தது 27,000 கிட்ட. ஆனா 10,000-த்தையும் விட அதிகமாக தான் நாங்கள் எதிர்பார்த்து கூட்டம் കാവൽത്തുറയിனர் പണിയിൽ അമർത്തപ്പെട്ടனர். ദുരന്തമുണ്ടായതിന് പിന്നാലെ വിജയ് ട്രിച്ചി വിമാനത്താവളം വഴി ചെന്നൈക്ക് മടങ്ങുകയായിരുന്നു. വീട്ടിലെത്തിയ ശേഷം എന്റെ ഹൃദയം തകർന്നു, അസഹനീയമായ വേദനയാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നാണ് വിജയ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് 24. കരൂർ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ. ആരെ അറസ്റ്റ് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും അന്വേഷണം നടക്കട്ടെയെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഭരണകക്ഷിയുടെ പരിപാടിക്ക് മാത്രമാണ് സുരക്ഷ ഒരുക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി കുറ്റപ്പെടുത്തി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. ദുരന്തമുണ്ടായ ഉടൻ തന്നെ കരൂർ മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തിയ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അതിവൈകാരികമായാണ് പ്രതികരിച്ചത്. വീട്ടിലിരിക്കാൻ തന്റെ മനസ്സനുവദിക്കാത്തതിനാലാണ് ഇപ്പോൾ തന്നെ സ്ഥലത്തെത്തിയതെന്ന് പുലർച്ചെ 3 മണിയോടെ കരൂർ മെഡിക്കൽ കോളേജിലെത്തിയ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. காலையில் 9:30 மணிக்கு தான் வரலாம் என்று முடிவு செய்து விமானத்தில் டிக்கெட்டு பதிவு செய்திருந்தேன். ஆனால் இந்த கொடூரமான காட்சிகள் எல்லாம் தொலைக்காட்சியில பார்த்தபோது எனக்கு மனசு கேட்கல, வீட்டில் இருக்கவே என்னால முடியல. அதனாலதான் முன்കൂட்டியே போக வேண்டும் என்று நான் திட்டமிட்டு 1 മണി அளவில் വിമാനത്തെ പിടിത്ത് ഇങ്ങ് വന്ന് ചേർന്നിരിக்கிறேன். റിട്ടയർഡ് ജഡ്ജ് അരുണ ജഗദീശനാണ് ദുരന്തം അന്വേഷിക്കുക. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും നഷ്ടപരിഹാരം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു. ദുരന്തത്തിന് പിന്നാലെ വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും കരൂർ മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റവരെ കണ്ടു. ஓய்வு பெற்ற நீதியரசர் அருணா ஜெகதீசன் அவங்க தலைமையில் கமிஷன் அமைக்கப்பட்டிருக்கு. மருத்துவமனைக்கு வந்து ஒவ்வொரு பேஷண்ட்டுக்கிட்டையும் அவங்களோட கருத்துக்களை பதிவு செய்வாங்க. அது மாதிரி நேற்று அந்த விபத்து நடந்த இடத்துக்கும் அவங்க செல்ல இருக்கிறாங்கன்னு நான் நம்புகிறேன். எனவே அவங்க கொடுக்கக்கூடிய அந்த கமிஷன் அந்த ரிப்போர்ட்டுக்கு தகுந்தபடி முதலமைச்சர் அவர்கள் நிச்சயம் சட்டப்பூர்வமான நடவடிக்கைகளை விரைவு எடுப்பார். പോലീസ് മതിയായ സുരക്ഷയൊരുക്കിയില്ലെന്ന് കരൂർ മെഡിക്കൽ കോളേജിലെത്തിയ പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി കുറ്റപ്പെടുത്തി. രാഷ്ട്രീയത്തിന് അതീതമായ അന്വേഷണം വേണമെന്നും എടപ്പാടി പളനിസ്വാമി ആവശ്യപ്പെട്ടു. TVK கட்சி 4 மாவட்டத்தில் அவருடைய தேர்தல் பிரச்சார கூட்டத்தை நடத்தியிருக்கிறார்கள். அந்த 4 கூட்டத்திலும் எப்படி மக்கள் கலந்து கொள்கிறார்கள், எப்படிப்பட்ட நிலைமை என்பதையெல்லாம் ஆய்வு செய்து அதற்கு ஏற்றவாறு முழுமையான பாதுகாப்பு கொடுத்திருக்க வேண்டும் அரசாங்கம். സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് തമിഴക വെട്രിക്കഴകം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. വിജയുടെ അറസ്റ്റ് ഉടൻ വേണ്ട എന്നാണ് പോലീസ് തീരുമാനം. സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായുള്ള വിജയുടെ അടുത്തയാഴ്ചത്തെ പരിപാടികൾ മാറ്റിവെച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വിജയ് പ്രഖ്യാപിച്ചു. കരൂരിൽ നിന്ന് ഇന്നലെ രാത്രി തന്നെ ചെന്നൈയിലെ വീട്ടിലെത്തിയ വിജയ് ഓൺലൈനായി നേതാക്കളുടെ യോഗം വിളിച്ചു. ജനറൽ സെക്രട്ടറി N ആനന്ദ്, ആദവ് അർജുന തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങളുണ്ടായത്. സംസ്ഥാന സർക്കാർ നടത്തുന്ന ഏത് അന്വേഷണവും TVKയെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാകുമെന്ന നിഗമനത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. അപകടത്തിൽ ജനറൽ സെക്രട്ടറി N ആനന്ദ് ഉൾപ്പെടെ 3 പേർക്കെതിരെ
മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിജയെ പ്രതി ചേർത്താലും ഉടൻ അറസ്റ്റ് ചെയ്യില്ല. നാളെ വിഷയം കോടതിയെ ധരിപ്പിച്ച ശേഷം കോടതി നിർദ്ദേശപ്രകാരമാകും സർക്കാർ നീക്കം. വിജയുടെ വീടിന് മുന്നിലെ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. സംസ്ഥാന പര്യടനം താൽക്കാലികമായി നിർത്തിവെക്കാൻ TVK തീരുമാനിച്ചിട്ടുണ്ട്. ശനിയാഴ്ച റാണിപ്പേട്ടിലും തിരുപ്പത്തൂരിലും നടത്താനിരുന്ന പരിപാടികൾ റദ്ദാക്കി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ ധനസഹായം വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്നവർക്ക് 2 ലക്ഷം രൂപ വീതവും നൽകും. കരൂരിലേക്ക് പോകാൻ വിജയ് പോലീസ് അനുമതി തേടിയതായും റിപ്പോർട്ടുണ്ട്. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. കരൂർ അപകടത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന TVK മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇക്കാര്യങ്ങൾ ആരോപിക്കുന്നത്. പര്യടനത്തിനിടെ വിജയ്ക്ക് നേരെ കല്ലെറിഞ്ഞെന്നും CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ കരൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് സൂരജ് സജിയും ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസും വേലിച്ചാമിപുരത്ത് നിന്ന് ശ്രീജിത് ശ്രീകുമാരും ചേരുന്നുണ്ട്. ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, ഈ പോസ്റ്റ്മോർട്ടം എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായോ? മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തോ ഇതിനോടകം? സൂരജ്. ഉന്മേഷ്, 39 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു. ഇനി ഒരു മൃതദേഹം മാത്രമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ളത്. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ആ മൃതദേഹവും ബന്ധുക്കൾക്ക് കൈമാറും എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ആശുപത്രിയുടെ പരിസരത്ത് തിരക്കൊഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയൊരു ജനപ്രവാഹമായിരുന്നു ഈ ആശുപത്രിയുടെ വളപ്പിലടക്കം ഉണ്ടായിരുന്നത്. കാരണം ഈ 39 പേർ മരണത്തിന് കീഴടങ്ങുന്നു. അവരെ തേടി, അതായത് അവരൊക്കെ ഈ മരണത്തിന് കീഴടങ്ങിയെന്ന് പോലും അറിയാതെ ഈ ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അവരെ തിരഞ്ഞ് ഈ ആശുപത്രിയുടെ വിവിധ ആശുപത്രികളിൽ നിന്ന് മാത്രമല്ല ഈ മെഡിക്കൽ കോളേജിലെ വാർഡുകളിലടക്കം ഇവരെത്തി. ഒടുവിലാണ് ഇവർ ഈ മോർച്ചറിയിലെത്തി പലരും പരിശോധിക്കുമ്പോഴാണ് തങ്ങളുടെ ഉറ്റവരാണ് ഈ മരണത്തിന് കീഴടങ്ങിയത് എന്നിവർ അറിയുന്നത്. പിന്നീട് ഈ നേരം പുലരുന്നതുവരെയും ഈ സമയം വരെയൊക്കെ ഈ കാണുന്ന റോഡിലൊക്കെയാണ് അവർ സങ്കടത്തോടു കൂടി കരഞ്ഞു തളർന്നൊക്കെ ഇരുന്നതും കരഞ്ഞു തളർന്ന് കിടന്നുമൊക്കെ ഈ റോഡിലൊക്കെയാണ്. പിന്നീട് അവിടെ നിന്ന് ഇപ്പോൾ മൃതദേഹങ്ങൾ ഓരോരുത്തരും ഏറ്റുവാങ്ങുന്നു. ഏറെ നിർഭരമായ നിമിഷങ്ങളിലൂടെയായിരുന്നു ഈ ആശുപത്രി പരിസരം ആകെ കടന്നുപോയത്. എന്തായാലും 39 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു. ഇനി ഒരു മൃതദേഹം കൂടി ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുണ്ട്. ഉന്മേഷ്. സൂരജ് സജിയാണ് ഇപ്പോൾ കരൂർ മെഡിക്കൽ കോളേജിന് മുൻപിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഈ മദ്രാസ് ഹൈക്കോടതിയിൽ നൽകുന്ന ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് TVK ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹർജി, മുഹമ്മദ് റഹീസ്? TVK ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു കരൂർ അപകടത്തിൽ ഇപ്പോൾ ഗൂഢാലോചന ആരോപിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം TVK രാവിലെ മുതൽ തന്നെ അവർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് സംബന്ധിച്ച് വലിയ ആലോചനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. വിജയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു ഓൺലൈൻ യോഗം, ആ യോഗത്തിന് ശേഷം ആണ് ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകാൻ തീരുമാനിച്ചത്. അത് ജസ്റ്റിസ് ദണ്ഡപാണിയുടെ വീട്ടിലെത്തി നൽകുകയാണ് ചെയ്തത്. അതിലാണ് ഇപ്പോൾ ഒരു ഗൂഢാലോചന ആരോപണം നടത്തിയിരിക്കുന്നത്. TVK ഗൂഢാലോചന ആരോപിക്കുകയാണ്. അതായത് ഇന്നലെ നടന്ന സംഭവത്തിൽ TVK പ്രവർത്തകരല്ലാതെ ചിലർ എത്തി വിജയ്ക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണം അവർ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. തങ്ങളുടേതല്ലാത്ത ചില ഇടപെടലുകൾ ഈ റാലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി, ഈ പര്യടന സമയത്തുണ്ടായി, ഈ സമ്മേളന വേദിയിൽ അല്ലെങ്കിൽ ഈ പ്രസംഗ വേദിയിൽ ഉണ്ടായി. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. അതിനെ CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ TVK ഉന്നയിക്കുന്നത്. അവർ ആ തരത്തിലേക്ക് അവരുടെ ആവശ്യം മാറ്റിയിരിക്കുന്നു. അത്തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ കൂടിയാണ് TVK ശ്രമിക്കുന്നത്. അതായത് പുറത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടായി, ഒരു ഗൂഢാലോചന ഉണ്ടായി, അങ്ങനെയാണ് ഇങ്ങനെ വലിയൊരു അപകടം ഉണ്ടായത്, 39 പേർ മരിച്ചൊരു അപകടം ഉണ്ടായത് എന്ന തരത്തിലേക്ക് TVK തങ്ങളുടെ വാദം മാറ്റുകയാണ്. അതായത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല പിഴവുകൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് കരുതിക്കൂട്ടി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്ക് TVK തങ്ങളുടെ ആരോപണം മാറ്റുകയാണ്, തങ്ങളുടെ സ്റ്റാൻഡ് മാറ്റുകയാണ്. അത് വളരെ പ്രധാനം കൂടിയാണ്. അങ്ങനെയാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ കേസ് നാളെ ഉച്ചയ്ക്ക് 2:15 മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് പരിഗണിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. TVKയുടെ കേസ് പരിഗണിക്കുന്നു. അതിനു മുൻപ് തന്നെ രാവിലെ ഈ വിഷയം കോടതിയെ അറിയിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിൽ വിഷയം അറിയിക്കും എന്നുള്ളത്
സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ മാത്രമാണ് ഈ വിജയിയെ പ്രതി ചേർക്കുന്നതും ഒപ്പം തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്ന സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ നിയമപരമായി തന്നെ നേരിടാൻ അതിലൊരു സ്വതന്ത്ര അന്വേഷണം കൊണ്ടുവരാൻ TVK ശ്രമിക്കുന്നു. അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ CCTV ദൃശ്യങ്ങളും അത് ശേഖരിക്കണം. ഒരു തരത്തിലും അത് നശിപ്പിക്കാൻ അവസരം നൽകരുത്. ആ ദൃശ്യങ്ങൾ ശേഖരിച്ചു വെക്കുക. ഒപ്പം തന്നെ ഈ ചാനലുകൾ അടക്കം ചിത്രീകരിച്ച ദൃശ്യങ്ങളുണ്ട്, TVK ചിത്രീകരിച്ച ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയും കൃത്യമായി സംരക്ഷിക്കപ്പെടണം. അതിൽ നിന്നൊക്കെയും കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സമ്മേളന വേദിയിൽ ഇതിനിടയിൽ വെച്ച് വിജയുടെ നേർക്കൊരു ചെരുപ്പ് വരുന്നത്, അതിന്റെ ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുന്നത്, അതിന്റെ ഫോട്ടോകളാണ് പ്രചരിക്കുന്നത്. അതിൽ നിന്ന് അത് ചെരുപ്പാണോ എന്ന് കൃത്യമായി വ്യക്തമല്ല. പക്ഷെ TVK പറയുന്നത് ഒരു ചെരുപ്പാണ്. ഒപ്പം തന്നെ പല സമയത്തും വിജയ്ക്ക് നേരെ കല്ലേറുണ്ടായി എന്നതടക്കമുള്ള ആരോപണം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കരൂരിനെ സംബന്ധിച്ചിടത്തോളം അത് DMKയുടെ സ്ട്രോങ് ഹോൾഡാണ്. ഏറ്റവും പ്രധാനപ്പെട്ട DMK നേതാവായിട്ടുള്ള അവിടുത്തെ സ്റ്റാലിന്റെ വലങ്കൈ ആയിട്ടുള്ള ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സെന്തിൽ ബാലാജിയുടെ ഈറ്റില്ലം കൂടിയാണ് കരൂര്. അപ്പോൾ ആ കരൂരിൽ വെച്ച് ഈ തരത്തിൽ തങ്ങളുടെ റാലിയെ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കാൻ ഒരു കൂട്ടർ ശ്രമിച്ചു. അത് പ്രത്യേകമായും DMK തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർ ശ്രമിച്ചു എന്നുകൂടിയാണ് വിജയ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു കവചമൊരുക്കാൻ, ഒരു പ്രതിരോധമൊരുക്കാനൊക്കെ വിജയ് തീരുമാനിക്കുന്നു. അത്തരത്തിൽ അവർ കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നു. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് TVKയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2:15 ഈ ഹർജി പരിഗണിക്കുക. ഉന്മേഷ്, സൂരജ് സജി കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ കരൂർ മെഡിക്കൽ കോളേജിൽ നിന്ന്. സൂരജ്, നേരത്തെ നേതാക്കൾ ഉൾപ്പെടെ ഉദയനിധി സ്റ്റാലിൻ, എടപ്പാടി പളനിസ്വാമി ഒക്കെ അവിടെ എത്തി ഈ പരിക്കേറ്റവരടക്കം സന്ദർശിച്ചിരുന്നു. കൂടുതൽ നേതാക്കൾ എത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് നൽകാനുള്ള പുതിയ വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഇന്ന് പുലർച്ചയോടുകൂടി ആദ്യം എത്തിയത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് എടപ്പാടി പളനിസ്വാമി എത്തി ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും അതോടൊപ്പം തന്നെ ഈ മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളുമായൊക്കെ സംസാരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പോലീസിനെതിരെ തന്നെ ഈ വിഷയത്തിൽ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമന്യേയുള്ള ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ച് മടങ്ങുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ആദ്യം അദ്ദേഹവും എത്തിയത് ഈ മരിച്ച കുടുംബാംഗങ്ങളെ കാണുന്നതിനും ഈ മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. അതിനുശേഷം അദ്ദേഹം പരിക്കേറ്റ ആളുകൾ വസിക്കുന്ന വാർഡുകളിലെത്തി. അതിൽ കാഷ്വാലിറ്റിയിലൊക്കെ അടക്കം അദ്ദേഹം എത്തി. അവിടെ ഏറെ നേരം ചിലവഴിച്ചു. ഡോക്ടർമാരുമായി ഈ രോഗികളുടെ അവസ്ഥയെക്കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം ചോദിച്ചറിയുകയും ചെയ്തു. അതിനുശേഷം ആശുപത്രിയുടെ മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന പരിക്കേറ്റവരെയും കണ്ടതിന് ശേഷമാണ് ഈ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത്. തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ഉദയനിധി സ്റ്റാലിനാകട്ടെ സാധാരണ ശൈലിയിൽ, അതായത് വിജയ്ക്കെതിരെയൊക്കെ ഏറ്റവും അധികം ഷാർപ്പായി കർക്കശമായി ആഞ്ഞടിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ ഇന്ന് അത്തരത്തിൽ വിജയെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയില്ല. CM പറഞ്ഞതുപോലെ തന്നെ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ, ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുമ്പോൾ ഇതിന്റെ വസ്തുത പുറത്തു വരും എന്നുള്ളതായിരുന്നു ഉദയനിധി സ്റ്റാലിനും മുന്നോട്ട് വെച്ച ഒരു അഭിപ്രായമായി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ നേതാക്കൾ തുടർച്ചയായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പ്രാദേശികമായി, അതായത് ഇത് കരൂർ മണ്ഡലത്തിൽ മാത്രമുള്ള ആളുകളല്ല, അതിനപ്പുറത്ത് വിവിധ മണ്ഡലങ്ങളിലുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള മന്ത്രിമാരാകട്ടെ, MLA-മാരാകട്ടെ, അവരെല്ലാവരും തന്നെ ഈ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ അതിന് മുന്നോടിയായി ഇവിടെ എത്തി സന്ദർശനം നടത്തിയ ശേഷമാണ് അവരെല്ലാവരും പോയത്. ഇനി ഒരു മൃതദേഹം കൂടി ഇവിടെ നിന്ന് വിട്ടു നൽകാനുണ്ട്. അതോടുകൂടി പൂർണ്ണമായും ഈ 39 മൃതദേഹവും ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നടപടി പൂർത്തിയാകുകയും ചെയ്യും. ഉന്മേഷ്, ശരി. സൂരജ് സജിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ചേരുന്നുണ്ട് വേലുച്ചാമിപുരം. അവിടെയാണ് ഈ ദുരന്തമുണ്ടായത്. ശ്രീജിത്ത്, ദുരന്ത ഭൂമിയാണ്. ഇന്ന് അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? നേരത്തെ നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ തത്സമയം നൽകിയിരുന്നതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്? സങ്കടക്കടലെന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇവിടെ വരുന്ന നാട്ടുകാർ പൂർണ്ണമായി വലിയ വിഷമത്തോടു കൂടി, വളരെ രോഷത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വേലുസ്വാമിപുരത്ത് നിന്ന് കാണാൻ കഴിയും. നമുക്ക് പുറകിൽ ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഒരു പരിശോധന നടക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഈ മേഖലയിൽ ഉണ്ട്. ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധിക്കുന്നത് ഈ പ്രദേശത്തെ മരങ്ങളിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. ഈ മരങ്ങളുടെ മുകളിൽ നിന്നൊക്കെ ആളുകൾ നിറച്ച് താഴെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി പരിശോധിക്കാൻ വനംവകുപ്പിനോട് കൂടി ഒരു നിർദ്ദേശം ഇവിടുത്തെ ജില്ലാ കളക്ടർ
ഇൻസ്പെക്ടർ നൽകുകയായിരുന്നു. എന്തായാലും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൂടി വരുന്നത്. മരത്തിന്റെ ഉയരവും മരത്തിന്റെ ബലവും മരങ്ങളുടെ ബലവും ഒക്കെ തന്നെ പരിശോധിക്കുകയാണ് അവർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗം പോലീസ് പൂർണ്ണമായി അവരുടെ ക്രൈം സ്പോട്ട് എന്ന തരത്തിൽ മാറ്റിയിട്ടുണ്ട്. ആ മേഖലയിലേക്ക് ആരും തന്നെ പ്രവേശിപ്പിക്കുന്നില്ല. അതേതാണ്ട് ഈ മരണം സംഭവിച്ചത് പൂർണ്ണമായി അതിനുള്ളിൽ നിന്ന ആളുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ വിമർശനങ്ങൾക്ക് ഇതിനകം തന്നെ വിധേയമാവുകയാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിനോട് നാട്ടുകാർ കാര്യമായ രീതിയിൽ ഇവിടെ വരുന്ന സമയത്ത് രോഷാകുലരാകുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്ന കാര്യമാണ് അവർ പ്രധാനമായും പറയുന്നത്. എന്തായാലും അല്പസമയം മുൻപ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിരുന്നു. അവരടക്കം രൂക്ഷമായ വിമർശനം ഒരു രാഷ്ട്രീയ പാർട്ടി, അത് എതിർ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഭരണകക്ഷിയിലെ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അതിനുവേണ്ട സുരക്ഷ ഒരുക്കേണ്ടത് സംവിധാനത്തിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ചുമതലയാണ്. അത് നിറവേറ്റാൻ എന്തായാലും കഴിഞ്ഞിട്ടില്ല എന്ന രൂക്ഷമായ ആക്ഷേപം. അതുകൂടാതെ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്, അതും കൂടി പരിശോധിക്കണം. അത് BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ പല മേഖലകളിലും നടക്കുന്നു. ഏതാണ്ട് ഈ പ്രദേശത്തുകാർ ഇന്നലെ വൈകുന്നേരത്തോ വരെ അല്ലെങ്കിൽ രാത്രി വരെ ഏതാണ്ട് ഒരു ബന്ദികളായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്ര കണ്ട് ജനങ്ങൾ ഈ മേഖലയിൽ തിങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നെന്തായാലും പോലീസ് ഈ മേഖലയിൽ നിന്ന് പരമാവധി ആളുകളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിറയെ ആളുകൾ രാവിലെ മുതൽ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരുന്നിരുന്നു. അവരോട് കാര്യമായ രീതിയിൽ ഇങ്ങോട്ട് വരരുത്, ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കരുത്, അന്വേഷണം നടക്കുകയാണെന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു റിട്ടയർഡ് ജഡ്ജ് ഈ അന്വേഷിക്കുകയാണ്. ഏകാംഗ കമ്മീഷനാണ്. അരുണിമ എന്നാണ് മനസ്സിലാക്കുന്നവരുടെ പേര്. അരുണിമ ജഗദീശൻ എന്നാണ് അവരുടെ പേര് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പരിശോധന അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം കൂടി പൂർത്തിയായാൽ ഇതിൻ്റെ ഒരു പൂർണ്ണ രീതിയിൽ എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് മനസ്സിലാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷം. ശരി, സയ്യിദ് ശ്രീകുമാറിനാണ് ഇപ്പോൾ വേലിച്ചാമിപ്പുറത്ത് നിന്ന് ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്ന് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്. കരൂർ ദുരന്തത്തിന് കാരണം സംഘാടകരുടെ പിഴവെന്ന വിമർശനം. പ്രഖ്യാപിച്ചതിലും മണിക്കൂറുകൾ വൈകിയാണ് വിജയ് എത്തിയത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകളെ പരിപാടിക്കെത്തിയെന്ന് തമിഴ്നാട് ADGP S. ഡേവിഡ്സൺ പറഞ്ഞു. വിജയ് അറസ്റ്റ് ചെയ്യണമെന്ന് തമിഴ്നാട് ഓവിയ ആവശ്യപ്പെട്ടു. തമിഴക വെട്രിക്കഴകം സംഘടിപ്പിക്കുന്ന സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി കരൂർ വേലിച്ചാമിപുരത്തെ സമ്മേളനത്തിൽ 10,000 പേർ പങ്കെടുക്കുമെന്നാണ് TVK പോലീസിനെ അറിയിച്ചിരുന്നത്. എന്നാൽ ഏതാണ്ട് 1,00,000-ഓളം പേർ പരിപാടിക്ക് എത്തിയതായാണ് വിവരം. 27,000 പേരാണ് പരിപാടിക്കെത്തിയതെന്നാണ് പോലീസ് കണക്ക്. 10,000 they have asked for police അനുമതി போட்டுருக்காங்க. 500 people were there. மார்னிங் 10 மணிக்கு crowd வர ஆரம்பிச்சிருக்காங்க. ஸோ சோஷியல் மீடியால 12 o'clock போட்டதா சொல்றாங்க. அதான் எல்லாம் இன்வெஸ்டிகேஷன்ல கொண்டு வரணும், பார்க்கணும். சரியா? enough number of police, but the same place was a meeting by a previous political party. We had only about 150 policemen and yesterday we had 500 policemen here. കഴിഞ്ഞ മാസം 25-ാം തീയതി TVK കരൂർ SPക്ക് നൽകിയ കത്തിൽ 1,20,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള പ്രദേശത്ത് 60,000 പേർ വരാൻ കഴിയുമെന്ന് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയതായി പറയുന്നുണ്ട്. പ്രഖ്യാപിച്ചതിലും മണിക്കൂറുകൾ വൈകിയാണ് വിജയ് എത്തിയത്. തിക്കിത്തിരക്കലിന് ഇതിടയാക്കിയെന്നും ആക്ഷേപമുണ്ട്. ഉച്ചയ്ക്ക് 12:45 എത്തേണ്ടിയിരുന്ന വിജയ് വൈകിട്ട് 7:10 എത്തിയത്. അവധി ദിവസമായതിനാൽ കുട്ടികളും കുടുംബാംഗങ്ങളും കൂട്ടത്തോടെ പരിപാടിക്കെത്തിയതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. പ്രദേശത്ത് കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിലേക്ക് വിജയ് വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ന്യൂസ് ഡെസ്ക് 24. വൻ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് കരൂർ വേലുച്ചാമിപ്പുറത്തെ ജനങ്ങൾ. മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിനും സംഘാടകർക്കും ഒരുപോലെ പിഴവുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മരച്ചിലയിൽ നിന്നും കെട്ടിടത്തിൽ നിന്നും ആളുകൾ താഴേക്ക് വീണതോടെ വലിയ ഉന്തും തള്ളും ഉണ്ടായെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഭാസ്കരൻ 24-നോട് പറഞ്ഞു. ஒரு கட்சி தலைவருக்கு அப்பாற்பட்டு ஒரு நடிகர் அப்படின்றதுனால விஜயை பார்த்தரணும். சின்ன பசங்க முதல் பெரியவங்க வரைக்கும் எப்படியாவது நேரில் விஜய் பார்த்தரணும் அப்படின்ற ஒரு ஆவலில் எல்லாருமே உள்ளே வந்துட்டாங்க. அந்த குழந்தை இந்த மாதிரி இடத்துல வந்துட்டு ஒரு நடிகருக்காகவும் ஒரு கட்சி தலைவருக்காக வந்து இந்த மாதிரி உயிர் இழக்கிறதுன்றது ரொம்ப பாவம். அவரு 12 மணிக்கு வரேன்னு சொல்லிட்டு 7 மணிக்கு வர்றாரு. 7 மணிக்கு வந்த பிரச்சனை தான் அது. வந்து மக்கள்கிட்ட வந்து இந்தா வந்துருவார் പുള്ളി അവിടെ നിന്ന് ഇവിടെ വരണം വരെ പുറത്ത് വന്നിക്കാൻ കൈ കാണിച്ചിരുന്നെങ്കിൽ ആൾക്കാർ കണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. പുള്ളി ഇവിടെ വന്നിട്ടാണ് പുറത്ത് വരുന്നത്, വേണമെങ്കിൽ മുകളിൽ വരണത്. അതുവരെ പുറത്ത് വന്നില്ല വിജയ്. അതാ പ്രശ്നം. அரசியல் பண்ண வேண்டாம். இது மாதிரி நம்ம தமிழ்நாட்டில் எங்கேயுமே நடக்காம. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കേണ്ട റാലിക്ക് വിജയ് എത്തിയത് 7 മണിയോടെ.
കിലോമീറ്ററുകൾ ദൂരം വാഹനത്തിൽ തന്നെ ഇരുന്ന വിജയ് ഒരു സ്ഥലത്തു മാത്രം ജനങ്ങളുടെ മുൻപിലെത്തിയത് ആൾക്കൂട്ടം ഇരച്ചെത്താൻ കാരണമായി. രാവിലെ മുതൽ വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ വലഞ്ഞ ജനം പ്രകോപിതരായി. ആവശ്യത്തിന് പോലീസുകാർ ഉണ്ടായിരുന്നില്ല. അപകടത്തിന് ഒട്ടേറെ കാരണങ്ങളാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ദുരന്തത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഭാസ്കരന് ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഭയങ്കര തിരക്കായിരുന്നു. ശ്വാസം വിടാൻ പോലും അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നേരാകുമ്പോൾ തിരക്ക് കൂടി ആൾക്കാരെങ്കിലും അങ്ങനെ താഴോട്ട് വീണു. രക്ഷപ്പെട്ട് ദൈവാധീനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഒരു കാര്യം മാത്രം: വേലുച്ചാമിപുരത്ത് ഇത്ര വലിയ പരിപാടി നടത്താൻ സൗകര്യമില്ല. കരൂരിൽ നിന്ന് രാജീവ് സുദേവിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24. വിവാഹ പന്തൽ ഉയരേണ്ട വീടുകൾ മരണാനന്തര ചടങ്ങിന് സാക്ഷ്യം വഹിച്ചതിന്റെ ഞെട്ടലിലാണ് കരൂർ എന്ന നാട്. അടുത്ത മാസം വിവാഹം നടക്കാനിരിക്കെയാണ് പ്രതിശ്രുത വധൂവരന്മാരായ സൗന്ദര്യയ്ക്കും ആകാശിനും ജീവൻ നഷ്ടമായത്. കരൂർ മെഡിക്കൽ കോളേജ് മോർച്ചറി പരിസരത്ത് ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ്. മോർച്ചറിക്ക് മുന്നിലെ റോഡിൽ പലരും കരഞ്ഞു തളർന്നു കിടന്നു. സ്വബോധം വീണ്ടെടുക്കുമ്പോൾ വീണ്ടും വീണ്ടും പൊട്ടിക്കരയും. തളർന്ന് വീണ്ടും വീഴും. നെഞ്ചു കലങ്ങിയുള്ള അമ്മയുടെ വിളി കേട്ടിട്ടും സൗന്ദര്യ കണ്ണു തുറന്നില്ല. അടുത്ത മാസം മിന്നു ചാർത്തേണ്ട ആകാശിനൊപ്പം അവൾ പ്രിയപ്പെട്ടവരെ വിട്ട് യാത്രയായി. ഇരുവരുടെയും വിവാഹം അടുത്ത മാസം നടത്താനായിരുന്നു തീരുമാനം. അതിനിടയിലാണ് അടുത്ത സുഹൃത്തിനൊപ്പം ഇന്നലെ വിജയിയെ കാണാൻ പോയത്. கெஞ்சனோ போவாதீங்கன்னு கேட்க செத்த நேரத்தில் போய் 6:30 மணிக்கெல்லாம் என்கிட்ட பேசினாங்கப்பா. கும்பலா இருக்கு வந்துருங்க என்ன வந்துடுறோம். நாங்கள் திருப்பி ஒரு 1/2 மணி நேரம் கமிச்சு பார்த்தா ஒன்றுமே இல்லைம்மா. போனோமா கிடக்குது. என் பிள்ளையும் என் மாப்பிள்ளையும் போயிட்டாருப்பா. അടുത്ത മാസം കല്യാണംപ്പാ. സൗന്ദര്യയുടെയും ആകാശിന്റെയും ചേതനയേറ്റ ശരീരങ്ങൾ പുറത്തിറക്കിയപ്പോൾ നാടാകെ തേങ്ങി. കരൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം മുറിയിൽ നിന്ന് ഓരോ മൃതദേഹവും പുറത്തിറക്കുമ്പോൾ ആ കരച്ചിൽ ആർത്തിരമ്പിക്കൊണ്ടേയിരുന്നു. സൂരജ് സജി, 24. ഈ വർഷം രാജ്യത്ത് വിവിധയിടങ്ങളിൽ തിക്കിലും തിരക്കിലും വിട്ട് 144 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് കൃത്യമായ സംവിധാനങ്ങളില്ലെങ്കിൽ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കരൂരിലെ ദുരന്തം നൽകുന്നത്. 1992 തമിഴ്നാട്ടിലെ കുംഭകോണത്ത് നടന്ന മഹാമഹത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത പങ്കെടുക്കാനെത്തിയപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് 50 പേരാണ് മരിച്ചത്. ഈ വർഷം രാജ്യത്ത് തിക്കിലും തിരക്കിലും പെട്ട് 144 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് കണക്കുകൾ. ജനുവരി 8-ന് തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഏകാദശി ദർശനത്തിനുള്ള കൂപ്പൺ വിതരണത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ജനുവരിയിൽ തന്നെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും 30 തീർത്ഥാടകർ മരിച്ചു. ഫെബ്രുവരി 15-ന് മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്ക് പോകാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 18 ജീവനുകൾ പൊലിഞ്ഞു. മെയിൽ ഗോവയിൽ ഷിർഗാവ് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുണ്ടായ ദുരന്തത്തിൽ 6 പേർ മരിച്ചു. ജൂൺ 4-ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ കന്നി ഐപിഎൽ കിരീടനേട്ടം ആഘോഷിക്കാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തിയ ആരാധകരുടെ തിക്കിലും തിരക്കിലും 37 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ജൂൺ 29-ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് 3 കിലോമീറ്റർ അകലെയുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനത്തിനിടെയുണ്ടായ തിരക്കിനിടെ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. ജൂലൈയിൽ ഹരിദ്വാറിലെ മാനസദേവി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും 6 പേരാണ് മരിച്ചത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള കൃത്യമായ സംവിധാനങ്ങളില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. റിസർച്ച് ഡെസ്ക്, 24. മഞ്ഞുരുക്കത്തിന്റെ സൂചന നൽകി ഗവർണർക്കൊപ്പം രാജ്ഭവനിൽ വേദി പങ്കിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്ഭവന്റെ ത്രൈമാസിക രാജഹംസിന്റെ പ്രകാശന ചടങ്ങിൽ ഗവർണറുടെ അധികാരത്തെപ്പറ്റി പറയുന്ന ലേഖനത്തോട് ഗവർണറെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ലേഖനത്തിലെ അഭിപ്രായം സർക്കാരിന്റേതല്ല എന്ന് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് ഗവർണർ മൗനം പാലിച്ചു. രാജ്ഭവനിലെ ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയിരുന്നു.
സർവകലാശാല വിഷയങ്ങളിൽ ഇടഞ്ഞു നിന്ന ശേഷം മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തുന്നു എന്നതായിരുന്നു ത്രൈമാസിക പ്രകാശനത്തെ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന എന്ന നിർബന്ധം വെടിഞ്ഞ് ഗവർണറും സർക്കാരുമായി അടുക്കുന്നുവെന്ന് സൂചന നൽകി. എന്നാൽ രാജ്ഭവനുമായുള്ള അടുത്ത ബന്ധം വിയോജിപ്പുകൾ തുറന്നു പറയാൻ തടസ്സമല്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. പ്രകാശനം ചെയ്ത രാജഹംസ മാസികയിൽ ഗവർണർ അധികാരത്തെക്കുറിച്ചുള്ള ലേഖനത്തിലെ ഉള്ളടക്കം സർക്കാർ നിലപാടിലെന്ന് പറയാൻ മുഖ്യമന്ത്രി മടിച്ചില്ല. ഭരണഘടനയുടെ 200-ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവൻ്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നുവെന്ന് ആരും കരുതേണ്ടതില്ല. വിയോജിപ്പുകൾ അനുവദിക്കുന്ന സർക്കാരാണ് കേരളത്തിലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തും വിമർശനം ഒളിപ്പിച്ചു. രാജ്ഭവൻ ചരിത്രപരമായ ഒട്ടനവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇനിയുണ്ടാകുന്ന അത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെടാതെ പോവുക എന്ന അനൗചിത്യം ഉണ്ടാവാതെ നോക്കാൻ രാജഹംസന് കഴിയട്ടെ. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെക്കുറിച്ച് ശശി തരൂരിനോട് ചോദിച്ചു മനസ്സിലാക്കിയെങ്കിലും മറുപടി പറയാൻ ഗവർണർ കൂട്ടാക്കിയില്ല. I am very much humbled and thankful to our matured Honorable Chief Minister having come to the Raj Bhavan and released our in-house journal, the first edition of the journal, Raj House. രാജ്ഭവനെ ജനങ്ങളുടെ സ്ഥാപനം എന്ന നിലയിൽ ലോക്ഭവനാക്കി മാറ്റണമെന്ന് ഡോക്ടർ ശശി തരൂർ MP ആവശ്യപ്പെട്ടു. ഇതിനോട് യോജിച്ച ഗവർണർ 2022 തന്നെ ഈ നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നും വിശദീകരിച്ചു. ചടങ്ങിൽ ക്ഷണമുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല. 24 തിരുവനന്തപുരം. സർവകലാശാല സിൻഡിക്കേറ്റിന് കൂടുതൽ അധികാരം നൽകുന്ന ബില്ലിന്റെ കരട് തയ്യാറായി. ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ അഭ്യർത്ഥിച്ചാൽ 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്നതാണ് പ്രധാന ഭേദഗതി. കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത്. സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ തർക്കം പരിഹാരമില്ലാതെ തുടരുമ്പോഴാണ് സർക്കാരിന്റെ പുതിയ നീക്കം. നാളെ ചേരുന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ബിൽ അവതരണ തീയതി തീരുമാനിക്കും. NSSനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ തുടർന്ന് കോൺഗ്രസ്. ഇടതുപക്ഷത്തോടുള്ള പിന്തുണ ശബരിമല വിഷയത്തിൽ മാത്രമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സാമുദായിക സംഘടനകളോട് കോൺഗ്രസിന് ബഹുമാനമെന്ന് KC വേണുഗോപാൽ. അതിനിടെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ ഇന്നും ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു. NSSന്റെ ഇടതു ചായ്വിൽ കരുതൽ വിടാതെയുള്ള പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. NSSനോട് ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിലും അത് വ്യക്തം. സർക്കാരിനോടുള്ള പിന്തുണ അയ്യപ്പ സംഗമത്തിൽ മാത്രമാകും. NSSന്റെ ശരിദൂരം ഇടതുപക്ഷത്തിനൊപ്പമാകുമെന്ന വെള്ളം CPIM വാങ്ങിവെച്ചാൽ മതിയെന്നും രമേശ് ചെന്നിത്തല. NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾ ശബരിമല കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഗവൺമെൻറ് എടുത്ത നിലപാടിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. ആയിക്കോട്ടെ. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, രാഷ്ട്രീയത്തിൽ ഞങ്ങളെടുത്ത നിലപാട് സമദൂരമാണ്, അതിൽ മാറ്റമില്ല. സമദൂരത്തിൽ മാറ്റമില്ലാത്തിടത്തോളം കാലം രാഷ്ട്രീയ നിലപാടിൽ എന്ത് മാറ്റമാവുള്ളേ? NSSനെതിരായ വിമർശനങ്ങളിൽ കോൺഗ്രസ് പങ്കാളികളല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സാമുദായിക സംഘടനകൾക്ക് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാമെന്ന് KC വേണുഗോപാൽ. സമുദായ സംഘടനകളോട് ബഹുമാനപൂർവ്വം നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. സമുദായ സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമായി തീരുമാനമെടുക്കുമ്പോൾ അതിനെ കോൺഗ്രസ് പരസ്യമായി വിമർശിക്കാൻ പോകേണ്ട കാര്യമില്ല. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഇന്നും ബാനറുകൾ ഉയർന്നു. പത്തനംതിട്ട പെരിങ്ങരയിൽ സമുദായത്തെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് ആക്ഷേപിക്കുന്ന ബാനർ പ്രത്യക്ഷപ്പെട്ടു. സേവ് നായർ ഫോറത്തിന്റെ പേരിലാണ് ബാനർ. കൊടുമണ്ണിൽ കരയോഗം കെട്ടിടങ്ങൾക്ക് മുന്നിലും ബാനർ പ്രത്യക്ഷപ്പെട്ടു. 24 തിരുവനന്തപുരം. പാലക്കാട്ട് സ്കൂട്ടറിൽ പോകുകയായിരുന്ന യുവതിയെ ഇടിച്ചു വീഴ്ത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിലായി. പട്ടിക്കാട് പൂവഞ്ചിറ സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ വടക്കഞ്ചേരിക്ക് സമീപമായിരുന്നു ഈ സംഭവം. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. ഷംന, വിശദാംശങ്ങൾ. ഉന്മേഷ്, ശനിയാഴ്ച അർദ്ധരാത്രിയോടുകൂടി സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് സംഭവം. ഈ യുവതിയെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ യുവാവ് സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പരിക്കേറ്റ് നിലത്ത് വീണ യുവതിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവതി ബഹളം വെച്ചു. ഇതിനെ തുടർന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് വിവരം അറിഞ്ഞെത്തിയ വടക്കഞ്ചേരി പോലീസ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണുവിനെ പിടികൂടിയത്.
ഇയാൾ മുൻപ് പോക്സോ കേസ് അടക്കമുള്ള കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. എന്തായാലും ഇയാളുടെ ഈ മനോനില അത് വളരെയധികം ഇത്തരത്തിൽ ഈ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ്. സ്ത്രീകളോട് വളരെയധികം മോശമായി പെരുമാറുന്ന വൈകൃതമുള്ള മനസ്സിനുടമയാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും സംഭവത്തിൽ കൂടുതൽ ഈ ബൈക്കിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഉന്മേഷ്. ശരി, ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ഡൽഹി ശ്രീ ശാരദാനന്ദ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ സ്വാമി ചൈതന്യാനന്ദ സരസ്വതി അറസ്റ്റിലായി. ഒളിവിൽ കഴിയുമ്പോൾ ആഗ്രയിൽ നിന്നാണ് ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത്. പീഡനശ്രമ പരാതിയിലും സാമ്പത്തിക ക്രമക്കേടിലും പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിലായിരുന്നു സ്വയം പ്രഖ്യാപിത ആൾദൈവം ചൈതന്യാനന്ദ. പ്രതിക്കായി ഹരിയാന, രാജസ്ഥാൻ, UP, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ തിരയുന്നതിനിടെയാണ് ആഗ്രയിൽ നിന്ന് ഇന്നലെ രാത്രി പിടിയിലായത്. ഇയാളുടെ കയ്യിൽ നിന്നും 3 ഫോണുകളും ഐപാഡും പിടികൂടിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെയും ബ്രിക്സിലെയും ഇന്ത്യൻ സർക്കാർ പ്രതിനിധിയെന്ന വ്യാജ വിസിറ്റിംഗ് കാർഡും പോലീസ് കണ്ടെത്തി. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ ദിവസവും ഇയാൾ ഒളിവ് സ്ഥലം മാറ്റിയിരുന്നതായും പോലീസ് വ്യക്തമാക്കി. മധുര, വൃന്ദാവൻ, ആഗ്ര പ്രദേശങ്ങളിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ये जैसे हमने बताया था 3 दिन से हमारी टीम बनी हुई थी. हमने अलग अलग स्टेटों में दिल्ली के अलावा हरियाणा, राजस्थान, UP, उत्तराखंड, वेस्ट बंगाल भी हमने टीमें रवाना करी थी. ये जो आरोपी है पार्था सारथी उर्फ चैतन्यानंद सरस्वत की तलाश में इसी दौरान हमें कल एक रात में सफलता मिली, जिसमें कि ये आगरा के हमें मिल गया. इसको वहाँ पे आइडेंटिफाई किया गया. ഇയാൾ ഡയറക്ടറായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 17 വിദ്യാർത്ഥിനികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പീഡന ശ്രമത്തിന് കേസെടുത്തത്. ശൃംഗേരി മഠം ട്രസ്റ്റിന്റെ പരാതിയിൽ വഞ്ചനാ കുറ്റത്തിനും കേസുണ്ട്. സമാന്തര ട്രസ്റ്റ് ഉണ്ടാക്കി 20 കോടി തട്ടിയെന്നാണ് കേസ്. ഈ കേസിൽ വെള്ളിയാഴ്ച ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിച്ചിരുന്നുവെങ്കിലും കോടതി തള്ളി. ചൈതന്യാനന്ദയുടെ 16 ബാങ്ക് അക്കൗണ്ടുകളും 8 കോടി രൂപയും പോലീസ് മരവിപ്പിച്ചിരുന്നു. പ്രതിയെ ചോദ്യം ചെയ്യലിനായി ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. 24 ഡൽഹി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് CPIM പ്രാദേശിക നേതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയായ സ്റ്റാൻലിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ ജില്ലാ സെക്രട്ടറിയാണ് സ്റ്റാൻലി. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, വിഴിഞ്ഞത്തെ ജനകീയനായ CPM പ്രാദേശിക നേതാവ് സ്റ്റാൻലിയാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ള ശ്രീദീപം ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് അടക്കം സ്ഥലത്തെത്തി ഇവിടെ ഒരു പരിശോധന നടത്തുകയാണ്. ഇപ്പോഴും മൃതദേഹം ഈ ലോഡ്ജിനുള്ളിൽ തന്നെയാണ്. ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിഴിഞ്ഞത്തെ പ്രാദേശിക നേതാവ് അദ്ദേഹം ഈ കഴിഞ്ഞ 3 ദിവസമായി ഈ ലോഡ്ജിൽ റൂമെടുത്ത് താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. അതിൽ വീട്ടിൽ നിന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. അതിനുശേഷം 3 ദിവസമായി ഈ ശ്രീദീപം ലോഡ്ജിലായിരുന്നു താമസം. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടിയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ റൂമിൽ കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇതിൽ എന്താണ് കാരണമെന്നുള്ളത് ഇപ്പോൾ ഇവിടെ വിഴിഞ്ഞത്തുള്ള പ്രദേശവാസികളടക്കം എത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കും അറിയില്ല എന്താണ് കാരണമെന്നുള്ളത്. വിഴിഞ്ഞത്ത് തന്നെ പ്രാദേശികമായി ജനകീയനായ ഒരു പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഈ മരിച്ച സ്റ്റാൻലി. എന്താണ് ഈ ആത്മഹത്യ കാരണമെന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടില്ല. നിലവിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറൻസിക് സംഘം അടക്കം സ്ഥലത്തെത്തി ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ വിഴിഞ്ഞത്തെ അടക്കം പ്രാദേശിക പൊതുപ്രവർത്തകർ, അതുപോലെ തന്നെ ഈ സ്റ്റാൻലിയെ നേരിട്ട് അറിയുന്നവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കും എന്താണ് ഈ ഒരു ആത്മഹത്യക്ക് കാരണമെന്നുള്ളത് അറിയില്ല എന്നുള്ളത് തന്നെയാണ്. ഈ രാവിലെയോടുകൂടിയാണ് ഇവിടെ ഈ ലോഡ്ജിൽ മുറിയിൽ മരിച്ച നിലയിൽ സ്റ്റാൻലിയെ കണ്ടെത്തുകയും ചെയ്യുന്നത്. എന്തായാലും മറ്റു വിവരങ്ങൾ അത് പോലീസ് അന്വേഷണം നടത്തുന്നു. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന്. എറണാകുളം പെരുമ്പാവൂരിൽ ലഹരിവേട്ട. ഹെറോയിൻ അടക്കമുള്ള ലഹരി വസ്തുക്കളുമായി 2 പേർ പിടിയിലായി. എക്സൈസും NCBയും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. S ശ്യാംകുമാറുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, വിവരങ്ങൾ. പാലക്കാട്ട് താഴം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു NCBയുടെ നേതൃത്വത്തിൽ പരിശോധനയ്ക്കായി എത്തിയത്. എക്സൈസിന്റെ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം പ്രദേശത്തെ ഒരു വീട്ടിൽ നിന്ന് 66 ഗ്രാം ഹെറോയിനാണ് ആദ്യം ഘട്ടമെന്ന രീതിയിൽ കണ്ടെത്തിയത്. പരിശോധന തുടരുകയാണ്. നേരത്തെ NCB കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശം നിരീക്ഷിച്ചു വരികയായിരുന്നു. സംസ്ഥാനത്തിന്റെ പുറത്തുനിന്ന് പോലും ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് സംഭരിച്ചിരിക്കുന്നു എന്ന വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് പരിശോധന. ഏതായാലും പോലീസും എക്സൈസും എത്തിയതോടുകൂടി അവിടെ നിന്ന് ലഹരി വസ്തുക്കൾ മാറ്റിയത്
കീഴടക്കിയതായി പോലും സൂചനയുണ്ട്. നിലവിൽ പരിശോധന തുടരുകയാണ്. NCBയുടെ നേതൃത്വത്തിലുള്ള പരിശോധനയിലാണ് ഇപ്പോൾ രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുക കൂടി ചെയ്തിരിക്കുന്നത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന്. കരൂർ ദുരന്തത്തിൽ മരണം 40 കരൂർ സ്വദേശി കവിനാണ് മരിച്ചത്. തിക്കിലും തിരക്കിലും പരിക്കേറ്റ കവിൻ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിരുന്നു. മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, വിവരങ്ങൾ. ഉന്മേഷ്, മരണം 40 എന്നുള്ള സങ്കടകരമായിട്ടുള്ള വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. നേരത്തെ 39 മരണസംഖ്യ നിൽക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് 40 എത്തിയിരിക്കുന്നു. കരൂർ സ്വദേശിയായിട്ടുള്ള കവിൻ എന്ന 32 വയസ്സുകാരനാണ് മരിച്ചിരിക്കുന്നത്. ഒരു യുവാവിന് കൂടി ഈ ഒരു ദാരുണ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ഇദ്ദേഹം നേരത്തെ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ഇദ്ദേഹത്തിന് ചെറിയ ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോയിരുന്നയാളാണ്. എന്നാൽ പിന്നീട് ഇദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അതിനെ തുടർന്നാണ് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തിനെ പ്രവേശിപ്പിക്കുന്നത്. അതിന് പിന്നാലെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണ് ഇദ്ദേഹം മരിച്ചത്. ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെയും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ വിട്ടു നൽകണമെന്ന് സംസ്ഥാന സർക്കാർ ഇന്നലെ തന്നെ ഈ ഗവൺമെന്റ് ആശുപത്രിക്കും ഒപ്പം തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രികൾക്കും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. മരണമുണ്ടായാൽ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകണമെന്ന്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മരണസംഖ്യ 39 നിന്ന് 40 എത്തിയിട്ടുണ്ട്. ഉന്മേഷ്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന്. ഇനി കായിക വാർത്തകൾ. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് ഫൈനൽ. രാത്രി 8 മണിക്ക് ദുബായിലാണ് മത്സരം. 4 പതിറ്റാണ്ട് പിന്നിട്ട ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരം. ചരിത്രത്തിലാദ്യമായി കലാശക്കളിയിൽ ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖമെത്തുന്ന ക്ലാസിക് പോരാട്ടം. 9ാം കിരീടമാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ലക്ഷ്യം. പാകിസ്ഥാൻ പോരിനിറങ്ങുന്നത് 3ാം കിരീടത്തിൽ മുത്തമിടാൻ. ഹസ്തദാന വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പതിവിലും വീറും വാശിയുമേറും ഈ ചരിത്ര ഫൈനലിന്. 6-ൽ 6 കളിയും ജയിച്ച് അപരാജിതരായാണ് ഇന്ത്യ കിരീടം നിലനിർത്താനിറങ്ങുന്നത്. ഗ്രൂപ്പ് റൗണ്ടിനും സൂപ്പർ 4നും പിന്നാലെ ഫൈനലിലും പാകിസ്ഥാനെ തകർത്തെറിയുകയാണ് ലക്ഷ്യം. അഭിഷേക് ശർമ്മ നൽകുന്ന വെടിക്കെട്ട് തുടക്കവും കുൽദീപ് യാദവിന്റെ കറക്കി വീഴ്ത്തും പന്തുകളുമാണ് ഇന്ത്യയുടെ പ്രധാന കരുത്ത്. ഒരു ടൂർണമെന്റിൽ ഒരേ ടീമിനെ 3 തവണ വീഴ്ത്തി കിരീടം നേടുന്ന ആദ്യ സംഘമെന്ന ചരിത്രം കൂടി ഇന്ത്യയെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ത്യയ്ക്ക് പിന്നിൽ ഗ്രൂപ്പിലും സൂപ്പർ 4ലും രണ്ടാമന്മാരായാണ് പാകിസ്ഥാൻ ഫൈനലിലെത്തിയത്. ഷഹീൻ ഷാ അഫ്രീദിയുടെ ഓൾറൗണ്ട് മികവിലാണ് പാക് പ്രതീക്ഷകൾ. വിജയക്കുതിപ്പ് തുടർന്ന് കപ്പടിക്കാനിറങ്ങുന്ന ഇന്ത്യയും പകവീട്ടാനിറങ്ങുന്ന പാകിസ്ഥാനും മുഖാമുഖമെത്തുമ്പോൾ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ന് തീപാറും പോരാട്ടം തന്നെ ആരാധകർക്ക് പ്രതീക്ഷിക്കാം. സ്പോർട്സ് ഡെസ്ക് 24. ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ പോരാട്ടത്തിന്റെ ആവേശത്തിലാണ് കണ്ണൂരിലെ കായിക പ്രേമികൾ. അരുൺ പൂപ്പറമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ഏഷ്യ കപ്പിൽ ഇന്ന് കലാശ പോരാട്ടമാണ്. വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ നേർക്കുനേർ എത്തുകയാണ്. ടൂർണമെന്റിൽ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ 4ലും ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യക്കായിരുന്നു വിജയം. ഇന്ന് എന്താകുമെന്ന ആകാംക്ഷ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ന് വൈകിട്ടാണ് ദുബായിലാണ് മത്സരം. എന്തായാലും ഇപ്പോൾ ഞാനുള്ളത് പയ്യാമ്പലം ബീച്ചിലാണ്. ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഉള്ളത്. അവരോട് എന്തായാലും ഈ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് കൂടി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഈ ടൂർണമെന്റിൽ കഴിഞ്ഞ 2 തവണ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യയാണ് ജയിച്ചത്. ഇന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവോ? ഒരു മാറ്റം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് വേൾഡ് കപ്പിലായാലും ഏഷ്യ കപ്പിലായാലും എപ്പോഴും പാകിസ്ഥാൻ്റെ കൂടെ ഇന്ത്യ തന്നെ ജയിക്കുന്നത്. ഇന്നും വളരെ അനായാസമായിട്ട് തന്നെ ഇന്ത്യ ജയിക്കും. അതാണ്. എന്താണ് ഇന്ത്യയിലെ പ്രതീക്ഷ? ഓപ്പണിംഗ് ഒക്കെ നല്ല ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരാണ്. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ, പിന്നെ ഗില്ല്, സഞ്ജു സാംസൺ എന്തായാലും ഇപ്രാവശ്യം ഇറങ്ങുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും നല്ലൊരു വിജയം തന്നെ ഇന്ത്യ കൈവരിക്കും തീർച്ചയായിട്ടും. ഇന്ത്യക്ക് തന്നെയാണല്ലേ മുൻതൂക്കം? മുൻതൂക്കം ഇന്ത്യക്കാണ് തീർച്ചയായിട്ടും. 3ാമത്തെ കപ്പ് കളിക്കാണ് നിൽക്കുന്നത്. 3ാമത്തെ കളി നടക്കുന്നത്. ആട്രിക് വിജയം ഇന്ത്യ നേടിയിരിക്കും, അത് ഉറപ്പ്. സഞ്ജു ഇന്ന് ഇറങ്ങുമോ? സഞ്ജു ആണ് നമ്മളൊരു പ്രതീക്ഷ. സഞ്ജു ഇറങ്ങണം, അതാണ് നമ്മളെല്ലാം. സഞ്ജു ഇറങ്ങിയാൽ നമുക്ക് ഒരു ആവേശം ഉണ്ടാവും. സഞ്ജുവിൽ തന്നെയാണോ അല്ലെങ്കിൽ ഓപ്പണിംഗ് നല്ല ഫോമിലല്ലേ? ഫോമിലാണ്. ജയിക്കും, എന്തായാലും ജയിക്കും. ജയിക്കും ഉറപ്പാണ്. കൂടുതൽ ആൾക്കാരൊക്കെ ഇട്ട് എന്താണ് ചേട്ടാ ഇന്ത്യക്ക് തന്നെയല്ലേ അല്ലേ മുൻതൂക്കം? ഇന്ന് ഇന്ത്യ ജയിക്കും. കഴിഞ്ഞ 2 തവണ ഇന്ത്യ തന്നെയാണ് ജയിച്ചത് ടൂർണമെന്റിൽ. പക്ഷേ ഫൈനലിൽ എത്തുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടോ? ഇല്ല, ഒരു ടെൻഷനും ഇല്ല. ഇന്ന് ഇന്ത്യ ജയിക്കും. അതെ, കൂളാണ്. കൂളായിട്ട് കളിക്കും. എന്തായാലും കൂളായിട്ട് കളിക്കും. ഒരു ടെൻഷനും. എന്താണ് ഇന്ത്യക്ക് തന്നെയാണ്? അതിലൊരു സംശയമില്ല. ആരാണ് ഈ ഓപ്പണിംഗ് ആണോ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ മധ്യനിര കുറച്ച് വീക്കാണെന്ന് പറയുന്നുണ്ട്? അഭിഷേക് ശർമ്മ തന്നെ. സഞ്ജു സാംസനെ കുറച്ച് നേരത്തെ ഇറക്കണം. അത്രേ ഉള്ളൂ. കുറച്ച് നേരത്തെ ഇറക്കണം.
നല്ല കളിക്കാൻ കഴിയും. അഭിഷേക് ശർമ്മയും അതോടൊപ്പം ഗില്ലും നല്ല ഫോമിലാണ്. നല്ല ഫോമിലാണ്. ഇന്ത്യ ജയിക്കും. നല്ല ഫോമിലാണ്. ഇന്ത്യ അടിപൊളിയല്ലേ? ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിന്റെ വിശേഷങ്ങളും വിശകലനങ്ങളുമായി രാത്രി 7-ന് 24-ൽ വാർഫീൽഡ് എന്ന പ്രത്യേക ബുള്ളറ്റിൻ കാണാം. യൂട്യൂബ് കമന്റുകളുമായി പ്രിയ പ്രേക്ഷകർക്കും ഷോയുടെ ഭാഗമാകും. 238 ദിവസം കൊണ്ട് പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ മലയാളി കെ ദിൽനയെ മൻ കി ബാത്തിൽ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദൌത്യത്തിന്റെ വിശേഷങ്ങൾ ദിൽനയും തമിഴ്നാട് സ്വദേശി രൂപയും പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. RSSന്റെ 100ാം വാർഷികത്തിൽ സംഘടനയെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. മൻ കി ബാത്തിന്റെ 126ാമത് എപ്പിസോഡിലാണ് വനിതാ നാവികസേനാ ഉദ്യോഗസ്ഥരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചത്. INS വി തരണി പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ വനിതകളുടെ നിശ്ചയദാർഢ്യത്തിന് പ്രധാനമന്ത്രിയുടെ പ്രകീർത്തനം. निश्चित तौर पर आपकी मेहनत, आपकी सफलता, आपकी अचीवमेंट देश के युवकों को, देश की युवतियों को बहुत प्रेरित करेगी. കോഴിക്കോട് സ്വദേശിയാണ് ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന. 2024 ഒക്ടോബർ 2-ന് ഗോവയിൽ നിന്നാണ് തരിണി യാത്ര തുടങ്ങിയത്. ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശമായ പോയിന്റ് നെമോ ക്രോസ് ചെയ്ത വെല്ലുവിളികൾ നിറഞ്ഞ ദൗത്യത്തിന്റെ വിശേഷങ്ങളും മോദി ചോദിച്ചറിഞ്ഞു. पॉइंट नीमो दुनिया की सबसे रिमोटेस्ट लोकेशन पे है सर. वहाँ से सबसे पास कोई इंसान है तो वो इंटरनेशनल स्पेस स्टेशन में है और वहाँ पे एक सेल बोट में पहुँचने वाला पहला भारतीय और पहला एशियन और दुनिया के पहला इंसान हम बने सर. वाह, बहुत बहुत बधाई आपको. 100ാം വാർഷികത്തിൽ RSSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഇതിനോടനുബന്ധിച്ച് പ്രത്യേക സ്റ്റാമ്പും നാണയവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കും. GST പരിഷ്കാരത്തെക്കുറിച്ചും സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും മോദി മൻ കി ബാത്തിൽ സംസാരിച്ചു. 24 ഡൽഹി. ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നോണ കാഴ്ചയ്ക്ക് ദുബായിൽ തുടക്കമായി. ആഘോഷ പരിപാടികൾ രാവിലെ മുതൽ ആരംഭിച്ചു. 15,000-ഓളം പേർക്കാണ് പൊന്നോണ കാഴ്ചയിൽ സദ്യ ഒരുക്കുന്നത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രവാസി മലയാളികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫ്ലവേഴ്സ് പൊന്നോണ കാഴ്ച ഇതാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ പ്രവാസി മലയാളികളുടെ ഒഴുക്കാണ് വേൾഡ് ട്രേഡ് സെന്ററിലേക്ക്. സബീൽ ഹാൾ 4, 5, 6 ഹാളുകളിലായി 3 ഹാളുകളിലായിട്ടാണ് ഈ ഒരു മഹാമേള നടക്കുന്നത്. ഇപ്പോൾ സദ്യക്കുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പോളേട്ടൻ, നമ്മുടെ അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ട്. എന്താ ഈ പോളേട്ടൻ എങ്ങനെയുണ്ട് പരിപാടികൾ? നമ്മൾ കൃത്യസമയത്ത് തന്നെ കൃത്യം 9 മണിയായപ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തി നമ്മൾ പ്രോഗ്രാം ആരംഭിച്ചു. അതിന് മുമ്പ് തന്നെ നമ്മുടെ പൂക്കള മത്സരം തുടങ്ങിയിരുന്നു. ഇപ്പം പുരുഷ കാസ്റ്റിംഗ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ പ്രാവശ്യത്തെ മാമാങ്കം വളരെ വലുതായിരിക്കും. കാരണം ഫ്ലവേഴ്സ് നമ്മുടെ കൂടെ കൂടി ഇത് വളരെ വലുതാക്കി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ കലാപരിപാടികളൊക്കെ അതിനുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രവാസികളിലേക്ക്. ആ കലാപരിപാടികളെ കുറിച്ച് കൂടി പറയുന്നത് നമുക്ക് 6 സ്റ്റേജുണ്ട്. പല സ്റ്റേജുകളിലായിട്ട് പല കോമ്പറ്റീഷൻസ് നടക്കുന്നു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ക്രൗഡ് പുള്ളി എന്നൊരു സംഭവമാണ് ട്രഡീഷണൽ ഗെയിംസ്. അവിടെ തലയിണയടി, ഉറിയടി, അങ്ങനെയുള്ള നമ്മുടെ ഈ ട്രഡീഷണലായിട്ട് ഈ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. അതിന് പ്രൈസും ഉണ്ട്. സോ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് അതായിരിക്കും. പിന്നെ നമുക്ക് സിനിമാറ്റിക് ഡാൻസ്, മലയാളി മങ്ക, അങ്ങനെ ഒത്തിരി ഐറ്റംസ് പല സ്റ്റേജിലായിട്ട് നടക്കുന്നു. ഫ്ലവേഴ്സ് അക്കാഫ് പൊന്നോണ കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇവിടെ ഒരുക്കുന്ന സദ്യ തന്നെയാണ്. 15,000-ലധികം ആളുകൾക്കാണ് ഇന്നിവിടെ സദ്യ ഒരുക്കുന്നത്. 30-ലധികം വിഭവങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള മനോഹരമായിട്ടുള്ള സദ്യയാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. അതിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണ്. സദ്യ വിളമ്പി തുടങ്ങിക്കഴിഞ്ഞു. ഇവരൊക്കെയാണ് ഈ ഒരു സദ്യ 15,000 ആളുകൾക്ക് സദ്യ ഒരുക്കുന്ന പുലിക്കുട്ടികളാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. എത്ര വിഭവങ്ങളുണ്ട്? ഞങ്ങൾ ഇവിടെ 28 ഐറ്റംസ് ഉണ്ട്. ഓണസദ്യ ഞങ്ങൾ ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഞങ്ങൾ 3000 പേരെയാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളത് വളരെ ഭംഗിയായിട്ട്, വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മുനിസിപ്പാലിറ്റിയുടെ കെയർ ഓഫിൽ തന്നെ അത് ചെയ്ത് വളരെ ഭംഗിയാക്കാനാണ് ഞങ്ങളെല്ലാവരെയും കൂടെ ശ്രമിക്കുന്നത്. ഞങ്ങൾ ടീം വർക്കാണ്. 15,000-ഓളം ആളുകൾ ഈ ഒരു സദ്യ കഴിക്കും. ഈ മനോഹരമായ സദ്യ കഴിച്ച് മടങ്ങുമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും സദ്യ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ സദ്യ കൊടുത്തു തുടങ്ങും. ദുബായിൽ നിന്നും ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ജർമ്മനി ഫ്രാങ്ക്ഫർട്ടിലെ മലയാളി കൂട്ടായ്മ കേരള സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഫ്രാങ്ക്ഫർട്ടിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ സത്യനാരായണൻ പാറക്കാട്ട് മുഖ്യാതിഥിയായി. സമാജം പ്രസിഡന്റ് ഡിപിൻ പോൾ, സെക്രട്ടറി ഹരീഷ് പിള്ള എന്നിവർ ഭദ്രദീപം കൊളുത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തിരുവാതിരകളി, കുട്ടികളുടെ ലഘുനാടകം ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. പരിപാടിയുടെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ.